ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കളർഫുൾ ആബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് ആണ്. ടെക്സ്ചർ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടെക്സ്ചർ പേസ്റ്റ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, നല്ല വിലയൊക്കെ ആവും. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ തുടർന്നിടുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ കാണുന്ന 3 ഓപ്ഷനുകളിൽ ഏറ്റവും മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ മുഴുവൻ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. ഞാനിതിലേക്ക് ടെക്സ്ചർ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് പുട്ടി, ബ്ലേഡ്, അങ്ങനെ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പാലറ്റ് നൈഫാണ് ഉപയോഗിക്കുന്നത്. ഒരു 3 mm തിക്നെസ്സിലാണ് ഞാൻ ഈ പേസ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈർക്കിലാണ് ഞാൻ ഈ ഡിസൈൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 3 ഈർക്കിൽ ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ ആ ഡിസൈൻ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടൂൾസ് നിങ്ങളുടെ ചിത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അതാവശ്യപ്പെടുന്ന ടൂൾസ് ഉപയോഗിക്കാവുന്നതാണ്. ഉണ്ടോ, ഈർക്കിൽ കൊണ്ടുള്ള ഡിസൈനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനത് പോർഷനായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ചെയ്താൽ ചിലപ്പോൾ അത് സെറ്റായി പോകാനുള്ള സാധ്യതയുണ്ടോ, അതുകൊണ്ടാണ് ഞാനിത് ഓരോ പോർഷനായിട്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്ത കീഴെ നിങ്ങൾക്ക് പെൻസിലിൻ്റെ സ്കെച്ച് കാണാം. ഈർക്കിൽ കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ടെക്സ്ചർ പേസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പേസ്റ്റാണ്. ഈ ഫ്ലെക്സിബിളായിട്ടുള്ള പേസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കത് ഉണങ്ങിക്കഴിഞ്ഞാലും ചുരുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രാക്കാവില്ല. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഇതിനുള്ളത്. ബോർഡിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും ഹാർഡായിട്ടുള്ള പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ 2 തരം പേസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയും ഞാൻ എല്ലാം വിശദീകരിച്ച് പറയുന്ന ഒരു വീഡിയോ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. കുറച്ച് വിശദമായി പറയാനുള്ളതുകൊണ്ടാണ് വേറൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. ഈ ഒരു സമയപരിധി കൊണ്ട് നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എന്തായാലും അത് വിശദമായി പറയുന്നൊരു വീഡിയോ ഞാൻ തുടർന്നിടുന്നുണ്ട്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു രീതിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്യാൻവാസ് മുഴുവനും ഞാനത് ആ ടെക്സ്ചർ അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് ഡിസൈൻ ഇടുക ചെയ്തിരിക്കുന്നത്. കണ്ടോ, 3 mm തിക്നെസ്സിൽ ഞാൻ ഇട്ട പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഡിസൈൻ വരയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, അതിമനോഹരമായിട്ടുള്ള ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ടെക്സ്ചർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു മുഴുവനായിട്ട്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഇത് നമ്മൾ ശരിക്കും ഉണങ്ങി കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഉണങ്ങാനായിട്ട് ഒരു 12 മണിക്കൂർ മിനിമം വേണം. ഞാൻ ഉണങ്ങാൻ വയ്ക്കുകയാണ്. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. കണ്ടോ, ഏതാണ്ട് 12 മണിക്കൂർ നന്നായിട്ട് ഉണങ്ങിയ ആ പേസ്റ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കളർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 2 തുടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം ഞാൻ റെക്കോർഡ് ബട്ടൺ ഓണാക്കാൻ മറന്നുപോയി. അത് കുഴപ്പമില്ല. ഏതായാലും നമ്മൾ ആദ്യം ഉപയോഗിച്ചത് മറ്റേ സെർലിയൻ ബ്ലൂ ആണ്. സെർലിയൻ ബ്ലൂവിൻ്റെ മുകളിൽ അൾട്രാമറൈൻ ബ്ലൂ വെച്ചിട്ടൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെർമിലിയൻ റെഡ്.
അതിന് മുകളിൽ ഒരു ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല, അതിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഏതായാലും നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞിട്ടല്ലാതെ നമുക്ക് ഇത് വർക്കൗട്ട് ആവില്ല. ഉണക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് വെർമിലൻ റെഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടെക്സ്ചറിൻ്റെ കളറിൽ തന്നെ വിടണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറായിട്ട് നിൽക്കത്തക്ക രീതിയിലുള്ള ടെക്നിക്കുകൾ നമുക്ക് ടെക്സ്ചർ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെയ്യാവുന്നതാണ്. പറഞ്ഞ പോലെ ഞാനത് ഈ ടെക്സ്ചർ പേസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരു മജന്ത കളർ ഇവിടെ വെച്ചിരിക്കുകയാണ്. താഴെ വയലറ്റ്, ഒരു കളർഫുൾ ചിത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ചെയ്തതിന് വ്യത്യസ്തമായിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ള ചിത്രം. കൊബാൾട്ട് ബ്ലൂ, താഴെ വെർഡിയൻ ഗ്രീൻ, താഴെ ഡാർക്ക് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, ഓക്കർ കളറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ ഒരു ലൈറ്റ് ഗ്രീൻ, ഗ്രീനിലേക്ക് യെല്ലോ കൂടുതൽ ചേർന്നിട്ടുള്ള ലൈറ്റ് ഗ്രീൻ. ഇതാണ് ചിത്രത്തിൻ്റെ തീം എന്നുള്ളത്. ചിത്രം പൂർത്തിയാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലാക്ക്, അതിൻ്റെ മുകളിൽ താഴെ ചെയ്തിരിക്കുന്നത് കൊബാൾട്ട് ബ്ലൂവും ബ്ലാക്കുമാണ്. ആ ഏരിയ മുഴുവൻ ബ്ലാക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ബ്ലാക്ക് മുഴുവനായിട്ട് അടിച്ചു കൊടുക്കാം. ബ്ലാക്കിന് മുകളിൽ ചെറിയൊരു കളർ ചേഞ്ച്, വയലറ്റിൻ്റെ ഒരു കളർ ചേഞ്ച്. ടെക്സ്ചർ അപ്ലൈ ചെയ്തിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് എനിക്കുന്ന ക്യാൻവാസിൻ്റെ ഗ്രെയിൻസിൻ്റെ മുകളിൽ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് ടെക്സ്ചറിൻ്റെ മുകളിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവം. ടെക്സ്ചർ ഉപയോഗിക്കുമ്പോൾ അത് പടത്തിന് ഭയങ്കരമായിട്ട് ഭംഗി നൽകുന്നുണ്ട്. ബ്ലൂ, റെഡ്, മജന്ത, റെഡ്, പിന്നെയും ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് വയലറ്റ്, റെഡ്, ഓക്കർ, ലൈറ്റ് ഗ്രീൻ, കൊബാൾട്ട് ബ്ലൂ, ബ്ലാക്ക്. അതിൻ്റെ മുകളിൽ എൻ്റെ ഫേവററ്റ് ആൻറ്റി ഗോൾഡാണ് അതിൻ്റെ ഉയർന്നു നിൽക്കുന്ന പ്രതലങ്ങളിൽ ചെയ്തു കൊടുക്കുന്നത്. അത് അടിയിലത്തെ പിന്നെ നന്നായി ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ, ഇല്ലെങ്കിൽ ആ രണ്ടും കൂടി മിക്സായി പോകും. ആ ടെക്സ്ചർ വയ്ക്കുന്നതിൻ്റെ ഗുണം ടെക്സ്ചറിൻ്റെ ആ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളിൽ ഗോൾഡ് വെച്ച് കൊടുക്കുമ്പോൾ അതൊരു നല്ല ഫീൽ കിട്ടത്തക്ക ഒരു പെയിൻറ്റിംഗ് ആയിട്ട് മാറും. ഒരു ഹൈലൈറ്റ് പോലെ നമ്മൾ ഈ ഗോൾഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻറ്റി ഗോൾഡ് ഇപ്പം ഞാൻ മുൻപ് ചെയ്ത 2 പടത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു ഫേവററ്റ് കളറാണ്. അത് വരുമ്പോൾ ചിത്രത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. പടം ഒന്നുകൂടി അട്രാക്റ്റീവ് ആവും. ഇതിപ്പോൾ കളർഫുള്ളായിട്ടുള്ള ചിത്രം പ്ലസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് നിൽക്കുന്നത് പടത്തിന് നല്ലൊരു ഭംഗി തരും. ലൈറ്റിങ്ങിലത് വളരെ മികച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും.
എല്ലാ കളറിലും ഞാൻ ആ ഹൈലൈറ്റ് പോലെ ഗോൾഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വരമ്പുകളിൽ അതിൻ്റെ അകത്തെ കളറിലേക്ക് ഇറങ്ങാത്ത വിധം ഉയർന്നു നിൽക്കുന്ന ഭാഗത്താണ് ഗോൾഡ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇതുവരെ നമ്മുടെ പടം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ പെയിൻറ്റിങ് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഇന്ത്യയിലും വിദേശത്തൊക്കെ ആയിട്ട് കാണുന്ന പൂക്കൃഷി നടത്തുന്ന പാടങ്ങളുണ്ടല്ലോ, പൂപ്പാടം, വിവിധ നിറത്തിലുള്ള പൂക്കൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പൂപ്പാടം, അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ പെയിൻറ്റിങ്. അപ്പോൾ അതിനെ നമ്മൾ അബ്സ്ട്രാക്ട് മോഡിലേക്ക് കൊണ്ടുവന്നാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കണ്ടല്ലോ, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. Thank you.